എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ മാത്രമല്ല, ജ്യോതിഷപരമായ ചില നിർണായകമായ കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 1947 ജൂൺ 4-ലാണ് ബ്രിട്ടീഷ് പ്രഭുവായ മൗണ്ട് ബാറ്റൻ ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത്. എന്നാൽ പല മതനേതാക്കന്മാരും ഇതിനെതിരെ രംഗത്ത് വന്നു. 1975 പുറത്തിറങ്ങിയ ഡൊമിനിക് ലാപ്പിയർ, ലാരി ക്ലോറൻസ് എന്നിവർ ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ബുക്കിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് വൈസ്രോയി ലൂയിസ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ച ആഗസ്റ്റ് 15 ഒരു അശുഭ ദിനമാണെന്നും ആ ദിവസം രാജ്യം സ്വാതന്ത്ര്യം നേടിയാൽ ദുരന്തങ്ങളും കലാപങ്ങളും ഉണ്ടാകുമെന്നും ജ്യോതിഷികൾ മുന്നറിയിപ്പ് നൽകിയതും കൽക്കട്ടയിലെ സ്വാമി മദാനന്ദ ഉൾപ്പെടെയുള്ളവർ മൗണ്ട് ബാറ്റന് കത്തയച്ചതുമെല്ലാം അതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടക്കിയതിന്റെ 2ാം വാർഷികമെന്ന നിലയിലാണ് മൗണ്ട് ബാറ്റൻ ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തത്. തന്റെ ജീവിതത്തിലെ ഔദ്യോഗികമായ വലിയൊരു വിജയം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി വരണമെന്ന മൗണ്ട് ബാറ്റന്റെ വാശിയായിരുന്നു അതിന് പിന്നിൽ. അതിനാൽ പ്രഖ്യാപിച്ച തീയതി മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. ഈ പ്രതിസന്ധികൾക്ക് ജവഹർലാൽ നെഹ്റു കണ്ടെത്തിയ വഴി വളരെ കൗതുകമായിരുന്നു. ജ്യോതിഷികളുടെ ആശങ്ക പരിഹരിക്കാൻ ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ശുഭദിനമായ ഒരു മുഹൂർത്തം കണ്ടെത്താൻ തീരുമാനമായി. ഇതിനായി ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം അർദ്ധരാത്രി വരെ നീണ്ടു. ജ്യോതിഷി കൂടിയായ KN റാവുവിന്റെ ദി നെഹ്റു ഡൈനാസ്റ്റി എന്ന പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് 15 എന്ന തീയതി മാറ്റാൻ സാധിക്കുന്നില്ലെന്ന് വന്നപ്പോൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും അനുകൂലമായ ഒരു മുഹൂർത്തം കണ്ടെത്താനാണ് ജ്യോതിഷികൾ ശ്രമിച്ചത്. ഹിന്ദു കലണ്ടർ പ്രകാരം ഏറ്റവും വിശേഷപ്പെട്ട അഭിജിത്ത് മുഹൂർത്തവും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉത്തമമായ പുഷ്യ നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സമയമാണ് അർദ്ധരാത്രിയായി തിരഞ്ഞെടുത്തത്. അങ്ങനെ പാശ്ചാത്യ രീതി പ്രകാരം ഓഗസ്റ്റ് 15 ഇന്ത്യ പിറവിയെടുക്കുകയും അതേസമയം ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ശുഭകരമായ മുഹൂർത്തത്തിൽ ഓഗസ്റ്റ് 15 എത്തുന്നതിന് തൊട്ടു മുൻപ് അർദ്ധരാത്രിയിൽ ചരിത്രപരമായ അധികാര കൈമാറ്റം നടക്കുകയും ചെയ്തു. ജ്യോതിഷികളുടെ ആശങ്കകളും മാറ്റാൻ കഴിയാത്ത ഔദ്യോഗിക തീയതിയും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ നെഹ്റു കണ്ടെത്തിയ ഈ ബുദ്ധിപരമായ വഴി രാഷ്ട്രീയ പ്രാഗൽഭ്യത്തിന്റെ മികച്ച ഉദാഹരണമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഒരു നിരീശ്വരവാദിയായിരുന്നിട്ടും വലിയൊരു വിഭാഗം വിശ്വാസ സമൂഹങ്ങളുടെ താല്പര്യങ്ങളുടെ കൂടെ നെഹ്റു നിൽക്കുകയായിരുന്നു. ആ ദിവസത്തിന്റെ പവിത്രതയും ഐശ്വര്യവും ഉറപ്പാക്കാൻ ഹിന്ദു ആചാര്യന്മാർ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയിലെത്തി പ്രത്യേക പൂജകളും ആചാരങ്ങളും നടത്തിയിരുന്നു. ഒരു മതവിശ്വാസിയോ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളോ അല്ലാതിരുന്നെങ്കിലും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സാംസ്കാരിക വികാരങ്ങളെ മാനിച്ചുകൊണ്ട് നെഹ്റു ഈ ആചാരങ്ങളെയെല്ലാം തികഞ്ഞ വിനയത്തോടെ സ്വീകരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 14 രാത്രി 11 മണിക്ക് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചു. സുജേത കൃപാലിനി വന്ദേമാതരം ആലപിച്ചതോടെ ആരംഭിച്ച ആ ചരിത്ര സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനും പുതിയ രാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്തവർക്ക് വേണ്ടി 2 മിനിറ്റ് മൗനാചരണം നടത്തുകയും ചെയ്തു. അർദ്ധരാത്രിയിലെ ആസൂത്രിതമായ സമ്മേളനത്തിൽ ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായി സ്വാതന്ത്ര്യ സമര സേനാനി ഹൻസ മേത്തയാണ് പുതിയ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഔദ്യോഗികമായി കൈമാറിയത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന ഇന്ത്യൻ സ്ത്രീകളുടെ നിർണായകമായ പങ്കിന്റെ പ്രതീകമായിരുന്നു ആ നിമിഷം. കൃത്യം അർദ്ധരാത്രിയോടെ ലോകത്തെ പിടിച്ചിരുത്തിയ ആ പ്രശസ്തമായ പ്രസംഗം നെഹ്റു നടത്തി. ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവനിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുന്ന അർദ്ധരാത്രി എന്ന് തുടങ്ങുന്ന പ്രസംഗം പുതിയ ഇന്ത്യയുടെ പിറവിക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ഈ ചരിത്ര പ്രസംഗം നടക്കുമ്പോൾ ലാഹോറിലെ വർഗീയ കലാപങ്ങളെക്കുറിച്ചുള്ള ഫോൺ സന്ദേശം ലഭിച്ചതിനാൽ കടുത്ത മാനസിക വേദനയിലായിരുന്നു അദ്ദേഹം. ഘടികാരം 12 മണിയടിച്ചതോടെ ശങ്കുലികൾ മുഴങ്ങുകയും യൂണിയൻ ജാക്കിന്റെ കൊടി താഴ്ത്തപ്പെടുകയും അവിടെ ഇന്ത്യയുടെ പുതിയ കൊടി ഉയർന്നു പറക്കുകയും ചെയ്തു. പക്ഷേ ആ സന്തോഷവേളയിൽ, ആ ചരിത്ര മുഹൂർത്തത്തിൽ രാജ്യത്തിന്റെ മാർഗദർശിയായ മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. വിഭജനത്തിന്റെ മുറിവുകൾ ഉണക്കാനും കലാപബാധിത പ്രദേശങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനും നഗ്നപാതനായി യാത്ര ചെയ്യുകയായിരുന്നു ആ മഹാത്മാവ്.